അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പഴവും അതുപോലെ തന്നെ കുറച്ച് സൂചിപ്പൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കപ്പ് സൂചിപ്പൊടിയാണ് എടുത്ത് വെച്ചത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. പഴം ആദ്യം തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് വലിയ പഴമായത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പഴം മാത്രം മതിയാവും. ഇപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ചെറിയ പഴമുള്ളതെന്ന് വെച്ചാൽ 2 പഴം എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ലാസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പഴം മുഴുവനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 അച്ച് ശർക്കര എടുക്കുക, അതൊന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ. പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പഴയില്ലേ കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. നല്ലോണം ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. പഴം മുഴുവനായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അതേപോലെ വാടിയാൽ മതി, അധികം വാടേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയത് നമുക്ക് തേങ്ങ ആണ് കേട്ടോ. കുറച്ച് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്നും കൂടിയും വറുത്തെടുക്കുക. ഈ ഒരു തേങ്ങൻ്റെ ആ ഒരു പച്ച ചുവയില്ലേ അതൊന്ന് വിട്ടു പോകുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ പഴം ഇവിടെ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ. നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശർക്കര പാനി ഒഴിച്ചു കൊടുത്താൽ ഒന്ന് വെന്ത് വരുമല്ലോ പഴം. ഈ ഒരു നേരത്ത് നമുക്ക് ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുക. പഴം നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് സൂചിപ്പൊടിയില്ലേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സൂചിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് സൂചിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ സൂചിപ്പൊടി ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരണം. സൂചിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. നിങ്ങൾക്കിത് വെന്തിക്കില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഇതിലെ പഴം നല്ലോണം ഉടച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ഉടയ്ക്കാണ്ട ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ട് ഇതൊന്ന് ലെവലാക്കി എടുത്തിട്ട് മുട്ടി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വെറുതെ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വെറുതെ.